നെക്സ്റ്റ് നമ്മളോട് ടെക്സ്റ്റ് കാർഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കാർഡ്സ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, ന്യൂമറിക്കൽ വാല്യൂസിലാണ് ചെയ്തേന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ടോട്ടൽ ഓർഡേഴ്സ്, റവന്യൂ ഒക്കെ ആഡ് ചെയ്തല്ലോ, അതെന്താ ന്യൂമറിക്കൽ വാല്യൂസ് ആയിരുന്നു. അപ്പം ടെക്സ്റ്റ് വാല്യൂസിനെ എങ്ങനെ കാർഡ്സിലേക്ക് ആഡ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ അവർ കൊടുത്തിരിക്കുന്ന ഫീൽഡ് പ്രൊഡക്റ്റ് സബ് കാറ്റഗറീസ് ലുക്കപ്പ് എന്ന് പറയുന്ന ടേബിളിന്റെ ഉള്ള സബ് കാറ്റഗറി നെയിം എന്ന് പറയുന്ന ഒരു കോളാണ് ഇവിടെ ഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്യണം. അതായത് ടോപ്പ് 1 സബ് കാറ്റഗറി ഏതാന്ന് കണ്ടുപിടിക്കുന്നത് എന്തിന്റെ ബേസിൽ, ടോട്ടൽ ഓർഡേഴ്സിന്റെ ബേസിൽ. പിന്നെ നമ്മൾ എന്താ അതിന്റെ സൈസ് മാറ്റുക, സ്റ്റൈൽ മാറ്റുക, കളർ മാറ്റുക, ഫോണ്ട് മാറ്റുക, അതൊക്കെ നമ്മൾ ഫോർമാറ്റിൽ യൂസ് ചെയ്തിട്ട് ചെയ്യും, ഫോർമാറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് അവർ വീണ്ടും ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാൻ പറയുന്നത്. ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുന്ന വെച്ചാൽ ഒരു ഹെഡിങ് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീണ്ടും എന്താ ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് സെയിം ഫീൽഡ് കൊടുത്തിട്ട് എന്താ ബൈ വാല്യൂ മാത്രം മാറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പവർ ബി ഓപ്പൺ ചെയ്യുക. ഡാഷ്ബോർഡിൽ ആദ്യം ഒരു കാർഡ് ഇൻസേർട്ട് ചെയ്യുക. അതിലെന്താ വാല്യൂ കൊടുക്കേണ്ടത് കണ്ടോ, സബ് കാറ്റഗറി നെയിം ആണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ സബ് കാറ്റഗറി നെയിം കൊടുത്തു. ഇനി അതിനെന്താ ചെയ്യേണ്ടത്, ഫിൽട്ടർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫിൽട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഫിൽട്ടേഴ്സ് എന്ന് പറയുന്ന ബോക്സ് എടുക്കുക. അതില് ഓക്കെ, ഈ ആരോ ക്ലിക്ക് ചെയ്തപ്പോൾ വന്നില്ല, നമുക്ക് ആ ഒരു ഫിൽട്ടർ ടൈപ്പ് വന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സബ് കാറ്റഗറി നെയിം വീണ്ടും എടുത്ത് താഴെയുള്ള ആ ഫീൽഡിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ എന്താ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫിൽട്ടർ ടൈപ്സ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ടോപ്പ് ആൻഡ് സെലക്ട് ചെയ്യുക. ഇങ്ങോട്ട് ടോപ്പ് 1 കൊടുത്തു. ഇനി എന്തിന്റെ ബേസിലാണ് നമ്മൾ ടോപ്പ് 1 കാണേണ്ടത്, ടോട്ടൽ ഓർഡേഴ്സിന്റെ ബേസിലാണ്. ദെൻ ടോട്ടൽ ഓർഡേഴ്സ് കൊടുക്കുക. ഓക്കെ, ബൈ വാല്യൂ ഞാൻ ടോട്ടൽ ഓർഡേഴ്സ് കൊടുത്തു. അപ്ലൈ ഫിൽട്ടർ കണ്ടോ, വാല്യൂ മാറിയ കണ്ടോ. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഫോർമാറ്റിൽ ചെന്നിട്ട് എന്താ അതിന്റെ കളർ മാറ്റണമെങ്കിൽ മാറ്റാം, സൈസ് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാനിവിടെ തൽക്കാലം ബാക്ക്ഗ്രൗണ്ട് കളറും ഫോണ്ട് കളറും മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഫോണ്ട് ഞാൻ ഇവിടെ ഒരു വൈറ്റ് ആക്കി കൊടുക്കാണ്. പ്രോപ്പർട്ടീസിലായിരിക്കും ബാക്ക്ഗ്രൗണ്ട് കളർ. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലാക്കും കൊടുത്തു. ഒന്ന് നോക്കാം, വന്നിട്ടില്ല. ഫോർമാറ്റ് വീണ്ടും എടുക്കാം. പ്രോപ്പർട്ടീസിൽ എക്സ്പാൻഡ് ഓൾ കാറ്റഗറീസ്. അപ്പൊ അവിടെ ഫോണ്ട് മാറിയിട്ടുണ്ട്. ഫോണ്ട് ഞാൻ രണ്ടും ചെയ്ത ആ ഒരു വൈറ്റ് കളർ വന്നിട്ടുണ്ട് ഫോണ്ടിന്. ഇനി എന്താ ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറ്റേണ്ടത്. ഓക്കെ, ഇവിടെ ഉണ്ട്, വിഷ്വലിൽ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ. ഞാൻ ബ്ലാക്ക് ആക്കി കൊടുക്കണു. ഓക്കെ, അപ്പൊ എനിക്ക് ടോപ്പ് 1 ആയിട്ടുള്ള സബ് കാറ്റഗറി കിട്ടി. എന്തിന്റെ ബേസിൽ, ടോട്ടൽ ഓർഡേഴ്സിന്റെ ബേസിൽ. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്, സെയിം ഈ വാല്യൂ തന്നെ നമുക്ക് എന്തിന്റെ ബേസിൽ കാണണം, റിട്ടേൺ റേറ്റിന്റെ ബേസിൽ. അപ്പൊ ഞാൻ സെയിം ഈ സംഭവം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് എന്താ ഫിൽട്ടർ മാത്രം മാറ്റി കൊടുത്താൽ പോരെ എനിക്ക്. ഫിൽട്ടേഴ്സ് എടുക്കുക. ടോട്ടൽ ഓർഡേഴ്സിന് പകരം ഞാൻ അവിടെ റിട്ടേൺ റേറ്റ് ആഡ് ചെയ്യാം. ഞാൻ അപ്ലൈ ഫിൽട്ടർ കൊടുക്കുക. കണ്ടോ, അപ്പൊ അവിടെ എനിക്ക് അവിടെ ടോട്ടൽ ഓർഡേഴ്സിന്റെ ബേസിലും റിട്ടേൺ റേറ്റിന്റെ ബേസിലും എനിക്ക് അവിടെ ആ ഒരു സബ് കാറ്റഗറി നെയിം കിട്ടി. ഇനി വേണമെങ്കിൽ നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിവിടെ കണ്ടോ, ഹോമില് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ ഇഷ്ടമുള്ള ഹെഡിങ്, ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് മോസ്റ്റ്